നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്ന് കരുതി എത്ര നേരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നത്? ഞങ്ങൾക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുള്ളതാ, അറിയോ? മൂത്ത മകൻ ചെയ്യേണ്ട കാര്യങ്ങൾ മൂത്ത മകന് വേണ്ടി ചെയ്യാൻ. എന്നിട്ട് മൂത്ത മോൻ എവിടെ? അവൻ ഇനി പാതിരാത്രിക്ക് കയറി വരുന്നെങ്കിൽ അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കണോ? ഭാവനെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇവിടെ ഇപ്പോ സേതൂട്ടന്റെ സ്ഥാനത്ത് മാമനും ഭരത്തും ഒക്കെ ഉണ്ടല്ലോ, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നിർബന്ധിക്കേണ്ട മായേ, എന്നെ കൊണ്ട് ജയിക്കാൻ ഭാവനയ്ക്ക് ചിലപ്പോൾ മടി കാണും. ഇനിയിപ്പോ താമസിക്കണ്ട, ഇപ്പൊ തന്നെ തിരി തെളിയിക്കേണ്ട സമയം കഴിഞ്ഞു. എന്നാ പിന്നെ ചടങ്ങ് നടക്കട്ടെ, എല്ലാരും വാ. അതല്ലേ പറഞ്ഞത്. ഭാവന, ഏട്ടാ, ഏട്ടൻ തന്നെ തിരി തെളിയിക്കൂ. സേതു വരാത്ത സ്ഥിതിക്ക് സ്വന്തം അനിയന് വേണ്ടി ഏട്ടൻ തന്നെ തിരി തെളിയിക്കേ. അയ്യോ, കാറ്റ് വന്നിട്ട് അണഞ്ഞതാണെന്ന് തോന്നുന്നു. ഒന്നുകൂടെ കത്തിക്ക് പാപ്പേട്ടാ. വേണ്ട ഭരത്തെ, നീ വന്നിരുന്ന് തിരി കത്തിക്ക. ഭരത്തെ, ഇങ്ങ് വാ, ഇവിടെയും കത്തിക്കാം. ശ്രദ്ധിച്ചു. ഭാവനെ, ഇനി വിഘ്നേശ്വര പൂജയ്ക്കുള്ള നാളികേരം അടയ്ക്കണ്ടേ? അതാരാ ചെയ്യണ്ടേ? സേതൂട്ടിന് പകരം ഭാവന തന്നെ നാളികേരം അടയ്ക്കും. അത് പറ്റില്ല. ഇതുപോലുള്ള ചടങ്ങ് പെൺകുട്ടികളല്ല ചെയ്യേണ്ടത്, ആണുങ്ങളാ ചെയ്യേണ്ടത്. നേരത്തെ കാറ്റടിച്ച് തിരിയൊന്നും അണഞ്ഞു എന്ന് കരുതി പപ്പേട്ടനോട് സ്വന്തം അനിയന് ദേഷ്യമൊന്നും കാണില്ല. എന്താ ഗായത്രി,
പപ്പേട്ടൻ തന്നെ നാളികേരം ഉടയ്ക്കുന്നതിന് നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഒരിക്കൽ പരീക്ഷിച്ചത് പോലെയായിരിക്കും. നീ ഇതിൽ അഭിപ്രായം പറയണ്ട. ഇത് ഞങ്ങൾ കുടുംബക്കാരുടെ കാര്യമാ. വേണ്ട ജാനകി, ഗായത്രിക്ക് സമ്മതമല്ലാത്ത സ്ഥിതിക്ക് നമ്മളായിട്ടൊരു തർക്കം വേണ്ട. ഏട്ടൻ തന്നെ നാളികേരം ഉടയ്ക്കൂ. അച്ഛൻ്റെ ഏട്ടനല്ലേ? മായേ ഒരു പാത്രം എടുത്തുണ്ടോ? ഇതേട്ടാ. ഇപ്പൊ എങ്ങനെയുണ്ട് വല്യമ്മ? അച്ഛന് വല്യച്ഛനോടുള്ള സ്നേഹം കണ്ടില്ലേ? അതോ ഇതും യാദൃശികമായിട്ട് സംഭവിച്ചതാണോ? എവിടുന്ന് വാങ്ങിച്ച ചീഞ്ഞ തേങ്ങയല്ല പൂജയ്ക്ക് എടുക്കേണ്ടത്. എന്നിട്ടിപ്പോ ഞങ്ങളെ കുറ്റം പറയുന്നു. ആന്റി ഇനി കൂടുതലൊന്നും പറയണ്ട. ഭാവനയുടെ അച്ഛന് നിങ്ങളോടുള്ള ആത്മബന്ധം എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യം. മൈച്ചി, ഇതിനോടൊപ്പം വാങ്ങിയ വേറെ നാളികേരം ഇരിപ്പുണ്ടോ? ആ ഉണ്ട് ഭാവന. എടുത്തിട്ട് വരും. അച്ഛന്റെ ആത്മാവ് നമ്മളോട് ക്ഷമിച്ചോളും. വരട്ടെ, നീ ഈ നാളികേരം വന്ന് പൊട്ടിക്കേ. വാ. വേണ്ട മോനെ, നീ ഉടച്ചാ മതി. സേതുവിന്റെ സ്ഥാനത്ത് നീ വേണം ഈ കർമ്മം ചെയ്യാൻ. അച്ഛയ്ക്ക് ഇതിലും വലിയ സന്തോഷം വേറെ കാണില്ല. അതെ ചേച്ചി, അച്ഛൻ്റെ മുമ്പിൽ ചേച്ചിക്ക് പകരം ഇപ്പൊ ഇവിടെ മറ്റാരുമില്ല. ഭാവന, ആന്റി പറഞ്ഞോളൂ ചെയ്യാം. ഭാരത്തെ വിളിച്ചാ എന്റെ ഈശ്വര, ഇത് ചീഞ്ഞ തേങ്ങ തന്നെ ആയിരിക്കണേ. ഈ സന്തോഷമെല്ലാം താമസിയാതെ തന്നെ അവസാനിക്കും. സേതുവിനെ പോലീസ് പൊക്കിയ വിവരം ഉടനെ തന്നെ ഇവിടെ അറിയും. അതും കൂടെ കണ്ടിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ ഗായത്രി.